Hi all, welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ 15 കമ്പനി സെക്രട്ടറി ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കിത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി, ഒരു കമ്പനി സെക്രട്ടറിയുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. A company secretary is an employee of a company under the control of boards as per the terms of service agreement. ബോർഡിന്റെ സർവീസ് എഗ്രിമെന്റ് പ്രകാരം കമ്പനിയുടെ സെക്രട്ടറി ആരാണെന്നാ പറയുന്നത്? കമ്പനിയുടെ ഒരു എംപ്ലോയി ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ എല്ലാ അഫയേഴ്സിനെയും അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു ബോഡിയാണ് കമ്പനിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹം ലീഗൽ ആയിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസസ് എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നതിൽ വളരെ റെസ്പോൺസിബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനും മറ്റു എംപ്ലോയീസിനും വേണ്ട ഗൈഡൻസും മറ്റു കാര്യങ്ങളും ഡ്യൂട്ടീസും പവേഴ്സിനെ പറ്റിയിട്ട് അവരെ ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ മീറ്റിംഗ്സ് കൃത്യസമയത്ത് കമ്പനി മീറ്റിംഗ്സ് എല്ലാം കൃത്യമായിട്ട് നടത്തുക. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അപ്രൂവൽസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റെപ്രസെന്റിംഗ് ബിഫോർ ദി റെഗുലേറ്റേഴ്സ് ആൻഡ് അതർ അതോറിറ്റീസ് അണ്ടർ ദിസ് ആക്ട്. ആക്ട് പ്രകാരമുള്ള മറ്റ് റെഗുലേറ്ററി ബോഡി ആയിട്ടും മറ്റ് അതോറിറ്റീസിന്റെ ഒരു ഹെഡ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസിങ്ങും മറ്റ് അസിസ്റ്റൻസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുക. ചില സമയത്ത് ബോർഡിന്റെ ഒരു അഡ്വൈസർ ആയിട്ട് ആര് മാറാറുണ്ട്? ഇത്തരം കമ്പനി സെക്രട്ടറീസ് മാറാറുണ്ട്. അതായത് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു അഡ്വൈസർ ബോഡി ആയിട്ട് ആര് ആക്ട് ചെയ്യാറുണ്ട്? ഇത്തരം കമ്പനി സെക്രട്ടറീസ് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഡിഫറെന്റ് മാറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് പല പല പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യുക, വേണ്ടത്ര അഡ്വൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിട്ടും ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 ഡ്യൂട്ടീസ് ആണ് അദ്ദേഹത്തിന് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഡ്യൂട്ടീസ്, പിന്നീട് വരുന്നത് മറ്റ് ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്യുക, അതിനെ ഒതന്റിക്കേഷന് വിധേയമാക്കുക, അതിൽ ഈ ഡോക്യുമെന്റ്സും റിട്ടേൺസും എല്ലാം തന്നെ കൃത്യസമയത്ത് രജിസ്ട്രാർക്ക് മുന്നിൽ ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ തങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ നടന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നടത്തുക. രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചാർജസും ഫീസും എല്ലാം തന്നെ രജിസ്ട്രാറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും അദ്ദേഹം ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ആക്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ചില ഡ്യൂട്ടീസ് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട്, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, ഡിഫറെന്റ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ്, ഇത് പ്രകാരമായിട്ടുള്ള മറ്റ് ഡ്യൂട്ടീസും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ജനറൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിന് ആവശ്യമായിട്ടുള്ള ഓർഡേഴ്സ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചില അഡ്വൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും കമ്പനിയുടെ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒരിക്കലും പബ്ലിക്കിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം സീക്രട്ട് പ്രോഫിറ്റ് ഒന്നും തന്നെ മേക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് വരുന്ന ചില ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ മെയിൻ ആയിട്ട് വരുന്ന ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലയബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസും 2 കോൺട്രാക്ച്വൽ ലയബിലിറ്റീസും. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺസ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി പണിഷബിൾ ആണ്. എത്ര ദിവസം, അതായത് മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? ഫൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഓരോ ദിവസവും 1000 രൂപ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അതായത് ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതായത് സെക്യൂരിറ്റീസിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാത്ത അവസ്ഥയിൽ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്ത സിറ്റുവേഷനിലും അയാള് ഫൈൻ കൊടുക്കാനായിട്ട് പണിഷബിൾ ആണ്. അതുപോലെ തന്നെ for any default in relation of the registrar of members, debenture holders or company secretary will be punishable to fine minimum rupees 15,000 extended to 3 lakhs. അപ്പൊ നോക്കിക്കേ, ഇനി കമ്പനിയുടെ രജിസ്ട്രാർ
കീപ്പ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയതായിട്ടുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി മിനിമം 50,000 രൂപയും മാക്സിമം അത് 3 ലക്ഷം രൂപ വരെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പണിഷബിൾ ആണ്. കൊടുക്കാനായിട്ട് അദ്ദേഹം പണിഷബിൾ ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം പൈസ തന്നെ അദ്ദേഹത്തിന് 6 മാസം തടവുമുണ്ട്. അതുപോലെ തന്നെ 25,000 രൂപ അതിന് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് 1 ലക്ഷം രൂപയായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അത്രയും പൈസ കൊടുക്കാനായിട്ട് പണിഷബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനി ഇൻകം ടാക്സ് ആക്ടും ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടും മറ്റ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ് പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം ഫൈനും പെനാൽറ്റീസും എല്ലാം തന്നെ ഇമ്പോസ് ചെയ്തതായിരിക്കും. ഇതെല്ലാം കമ്പനി സെക്രട്ടറിയുടെ മേലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറയുന്ന റൈസിംഗ് ഔട്ട് ഓഫ് ദി സർവീസ് എഗ്രിമെന്റ് ഓഫ് ദി കമ്പനി സെക്രട്ടറി ഇൻക്ലൂഡ്. കമ്പനി സെക്രട്ടറിയുടെ സർവീസ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലാണ് ഇത്തരം കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് അദ്ദേഹത്തിന്റെ പേരിൽ ഇമ്പോസ് ചെയ്യുന്നത്. ലയബിലിറ്റി ഓഫ് ലോസ് ഓർ ഡാമേജസ് കോസ്ഡ് ബൈ കമ്പനീസ് ഡ്യൂ ടു വിൽഫുൾ നെഗ്ലിജൻസ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻസ് കൊണ്ടിട്ട്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിഴവുകൾ, എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതുവഴിയായിട്ട് എന്തെങ്കിലും ഡാമേജസോ ലോസസോ കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ആ ലയബിലിറ്റീസ് ആരുടെ പേരിലായിരിക്കും ഇമ്പോസ് ചെയ്യുന്നത്, ഇത്തരം കമ്പനി സെക്രട്ടറിയുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ലയബിലിറ്റി ഫോർ ആക്ട്സ് ഡൺ ബിയോണ്ട് അതോറിറ്റി, അതോറിറ്റിക്ക് പുറകെ എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ലയബിലിറ്റീസ് അദ്ദേഹം ഫേസ് ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം സീക്രട്ട് പ്രോഫിറ്റ് അതിലൂടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുവഴിയായിട്ട് ഉണ്ടാകുന്ന ബാധ്യതകള്, അതുപോലെ തന്നെ കമ്പനിയുടേതായിട്ടുള്ള ചില കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ് മറ്റു പബ്ലിക്കിലേക്ക് മിസ്അപ്രോപ്രിയേഷന് വേണ്ടിയിട്ടും മറ്റും ഡിസ്ക്ലോസ് ചെയ്തതായിട്ട് കമ്പനിയുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലയബിലിറ്റിയും ആരുടെ പേരിലായിരിക്കും, കമ്പനി സെക്രട്ടറിയുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ കമ്പനി പെർഫോം ചെയ്യുന്ന പീരീഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി കമ്പനി സെക്രട്ടറി മുഖാന്തരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ലയബിലിറ്റിയും ആര് ഏറ്റെടുക്കണം എന്നുള്ളതാണ്, കമ്പനി സെക്രട്ടറി ഏറ്റെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഇനി കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതായത് ജനറൽ മീറ്റിംഗ്, കമ്പനി സെക്രട്ടറിക്ക് ആയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരുപാട് റൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ജനറൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക്സിനെ സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമായിട്ട് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പനി സെക്രട്ടറിയുടെ മെയിൻ ആയിട്ട് വരുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറി, ഒരു കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും 3 റോളുകളാണ് അദ്ദേഹം വഹിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ, 2 കോർഡിനേറ്റർ, 3 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടും കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ബോർഡായിട്ടും കമ്പനിയുടെ മറ്റ് എക്സിക്യൂട്ടീവ്സിന്റെ ഇടയിലും ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക. ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ നേരിട്ട് ആരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, കമ്പനിയുടെ മറ്റ് സബോർഡിനേറ്റ്സിലേക്ക് എത്തിക്കുക. പ്രോപ്പർ ആയിട്ട് വർക്ക്സിനെ കോർഡിനേറ്റ് ചെയ്യുക, ബോർഡ് എന്താണ് പറയുന്നത് അത്തരത്തിലുള്ള ബോർഡിന്റേതായിട്ടുള്ള പോളിസികളെ എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കോർഡിനേറ്ററിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഒരു കമ്പനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തമ്മിൽ ഏകോപിപ്പിച്ച് ഒരു കോമൺ ഗോളിലേക്ക് അവയെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ലീഡ് ചെയ്യുക. ഇതൊക്കെയാണ് കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുന്നത്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ എസെൻഷ്യൽ ആണ്, ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇനി 16th ചാപ്റ്റർ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ്. നോക്കിക്കേ, എന്താണ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കമ്പനിയുടെ ചില പ്രോപ്പർ ആയിട്ടുള്ള ചില കോമൺ ഇൻട്രസ്റ്റുകളെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും കമ്പനിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി എത്ര ടൈപ്പ് മീറ്റിംഗ്സ് ആണുള്ളത് നോക്കിക്കേ. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടും അവകാശങ്ങളെ പറ്റിയിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അവെയർ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 ജനറൽ മീറ്റിങ്ങുകളാണുള്ളത്, 3 ജനറൽ മീറ്റിങ്ങുകളാണുള്ളത്.
ഒന്ന് AGM ആനുവൽ ജനറൽ മീറ്റിംഗ്, പിന്നെ EGM എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, മൂന്നാമത്തത് ക്ലാസ് മീറ്റിംഗ്. ഇനി മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് കമ്പനിയിൽ വേരിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗും, രണ്ട് മീറ്റിംഗ് ഓഫ് ദി കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് കമ്മിറ്റി ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗും. ഇനി അതർ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിട്ടും ക്രെഡിറ്റേഴ്സിനായിട്ടും മറ്റ് കോൺട്രിബ്യൂട്ടേഴ്സിനായിട്ടും എല്ലാം തന്നെ നടത്തുന്ന മീറ്റിങ്ങുകളാണ് അതർ മീറ്റിംഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി AGM എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിർബന്ധമായിട്ടും എല്ലാ കമ്പനികളും ഒരേപോലെ ചെയ്യേണ്ട ഒന്നാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കലണ്ടർ ഇയറിലും എവറി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി ഇൻ അഡീഷൻ ടു അതർ മീറ്റിംഗ് മറ്റ് മീറ്റിങ്ങുകൾക്ക് പുറമെ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ കമ്പൽസറി ആയിട്ട് നടത്തേണ്ട ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള നോട്ടീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ആനുവൽ ജനറൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി AGM-നെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് 9 മാസം മുൻപെങ്കിലും നമ്മൾ എന്ത് കണ്ടെത്തിയിരിക്കണം? ഒരു AGM നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് എങ്കിലും ഒരു കലണ്ടർ ഇയറിൽ എന്ത് ചെയ്തിരിക്കണം? കണ്ടക്ട് ചെയ്തിരിക്കണം. 2 ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ തമ്മിൽ 15 മാസത്തിൽ ഗ്യാപ്പ് കൂടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും 21 ദിവസത്തിന് മുൻപായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം? ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ AGM കണ്ടക്ട് ചെയ്യേണ്ടത് ബിസിനസ് അവേഴ്സിലായിരിക്കണം. ഒരിക്കലും ഒരു നാഷണൽ ഹോളിഡേയിൽ ഒരിക്കലും AGM കണ്ടക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേസിലായിരിക്കണം എന്ത് കണ്ടക്ട് ചെയ്യേണ്ടത്? AGM കണ്ടക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വളരെ പ്രോപ്പർ ആയിട്ടുള്ള ബൊണാഫൈഡ് ആയിട്ടുള്ള വളരെ എന്താ പറയാ വളരെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റീസണോട് കൂടെ മാത്രമാണ് നമുക്ക് ബോർഡ് ഓഫ് മീറ്റിംഗ് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ക്യാൻസൽ ചെയ്യാനായിട്ടോ പോസ്റ്റ്പോൺ ചെയ്യാനായിട്ടോ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് ഓഫ് AGM is statutorily required when the company defaults in holding. Any member can apply tribunal for calling meeting. അതായത് AGM നടത്തണം, അത് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് നടത്താത്ത ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ട്രൈബ്യൂണലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് പറയാവുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AGM transact ordinary business but there may specific business also. AGM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AGM-ൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്തിരിക്കണം, ഡിവിഡന്റിനെ പ്രോപ്പർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യുന്നതും എല്ലാം തന്നെ എവിടെ വെച്ചായിരിക്കണം? AGM-ൽ വെച്ചിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ടായിരിക്കണം. ഇനി എന്താണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ആനുവൽ ജനറൽ മീറ്റിംഗിന് പുറമെ ആയിട്ട് നടത്തുന്ന മീറ്റിംഗിനെയാണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്ന് പറയുന്നത്. 2 AGMs തമ്മിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. EGM വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് EGM വിളിച്ചു കൂട്ടുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വഴിയായിട്ട് EGM വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ ബൈ ദി ബോർഡ് ബൈ റിക്വസിഷൻ, അതായത് ബോർഡ് അത് വിളിച്ചു കൂട്ടണം എന്ന് പറയാനായിട്ട് മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്നൊരു റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയാവാം? ട്രൈബ്യൂണൽ വഴിയായിട്ട് കോടതി ഇടപെട്ടുകൊണ്ടും നമുക്ക് EGM വിളിച്ചു കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ where the share capital of the company is divided into different classes of shares. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡിഫറെന്റ് ക്ലാസസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The rights attached to shares of any class may be varied of the company should be obtained written consent of holders at least 3/4 issued of shares of the class or special resolution passed at the separate meetings holding for the issue of shares in the class. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്രത്തോളം ക്ലാസ് ഓഫ് ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എൻറ്റയർലി ഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പോൾ എത്രത്തോളം ക്ലാസ് ഓഫ് ഷെയർസ് ആണ് ഓരോ ഷെയർ ഹോൾഡേഴ്സും അതായത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ ക്ലാസ് ഷെയർസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനി 3/4 അതായത് അറ്റ്ലീസ്റ്റ് 3/4 ഷെയർസ് എങ്കിലും ഇഷ്യൂ ചെയ്ത വ്യക്തികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എല്ലാം പാസ് ചെയ്തുകൊണ്ടിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ കമ്പനീസ് ആക്ട് പ്രൊവൈഡ് ദാറ്റ് every company should first hold a meeting within 30 days of its incorporation. കമ്പനി രജിസ്റ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 30 ദിവസത്തിനുള്ളിൽ എന്ത് നടത്തിയിരിക്കണം?
എല്ലാ കമ്പനികളും ഒരു ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 4 ബോർഡ് മീറ്റിങ്ങുകളെങ്കിലും കണ്ടക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ ബോർഡ് മീറ്റിംഗിൽ എന്ത് ചെയ്തിരിക്കണം, പേഴ്സണലിയോ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിട്ടോ എന്ത് ചെയ്തിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കോൾ ചെയ്യാനായിട്ട് 7 ദിവസത്തിൽ കുറയാതെ എങ്കിലും എന്ത് കൊടുത്തിരിക്കണം, നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കേണ്ടത്, ഡേറ്റ് എന്നാണ്, അതുപോലെ എപ്പോൾ വെച്ചിട്ടാണ്, സമയം, പ്ലേസ്, ഇതെല്ലാം തന്നെ വളരെ നെസസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്തിരിക്കണം നോട്ടീസിൽ. അതുപോലെ തന്നെ ക്വാറം ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഷാൽ ബി 1/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. അതായത് ടോട്ടൽ ആകെയുള്ള ആളുകളിൽ 1/3 ആളെങ്കിലും അവിടെ മീറ്റിംഗിൽ എന്ത് ചെയ്തിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ 2 ഡയറക്ടേഴ്സ് എങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. When the number of interested directors exceed or equal to 2/3 of the total strength. 3 പേരോ അല്ലെങ്കിൽ 3 പേരെങ്കിലും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇനി അഡ്ജോൺമെന്റ് ഓഫ് വാണ്ട് ഓഫ് ക്വാറം. അഡ്ജോൺമെന്റ് എന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻ. അതായത് ഇഫ് എ ബോർഡ് മീറ്റിംഗ് കുഡ് നോട്ട് ബി ഹെൽഡ് ഫോർ എ ക്വാറം, ഒരു പറഞ്ഞിരിക്കുന്ന അത്രയും ആളുകൾ ഒന്നും തന്നെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഓട്ടോമാറ്റിക്കലി ആ മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാനായിട്ടുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. അത് ഏത് ദിവസമാണോ മീറ്റിംഗ് വെച്ചിരുന്നത് ആ ദിവസം, പിറ്റേ മാസത്തെ ആ ദിവസത്തിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന സമയത്തും ആ പറഞ്ഞിരിക്കുന്ന പ്ലേസിലും വെച്ചിട്ട് മീറ്റിംഗ് മാറ്റി വെക്കാവുന്നതാണ്. അപ്പൊ ഈ മാസം 15-ാം തീയതിയാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയേക്കുന്നത്. മീറ്റിംഗില് ക്വാറം കംപ്ലീറ്റഡ് അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ ആ മീറ്റിംഗ് അടുത്ത മാസം 15-ാം തീയതിയിലേക്ക് ആ സെയിം ടൈം സെയിം പ്ലേസിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി റിക്വസൈറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഒരു മീറ്റിംഗ് വാലിഡ് ആകാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മീറ്റിംഗ് വിളിക്കുന്നത് ഒരു പ്രോപ്പർ അതോറിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിലേക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള നോട്ടീസ് എത്തിയിരിക്കണം. അതുപോലെ തന്നെ മീറ്റിംഗിന്റെ ക്വാറം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കമ്പനി ഷുഡ് മെയിൻറ്റെയിൻ മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിങ്സ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫോർമാലിറ്റീസ് ആണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് ബുക്ക് ആര് കീപ്പ് ചെയ്തിരിക്കണം, കമ്പനി കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി നോട്ടീസ് ഓഫ് മീറ്റിംഗ്. എന്താണ് മീറ്റിംഗിന്റെ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാലിഡ് നോട്ടീസ് മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഡേറ്റ്, ടൈം, പ്ലേസ് ഓഫ് ദി പർപ്പസ് ഓഫ് കോളിംഗ് മീറ്റിംഗ് മസ്റ്റ് ബി ഇഷ്യൂഡ് ടു അതോറിറ്റി ഓഫ് ബോർഡ് റെസൊല്യൂഷൻ ബൈ സൈൻഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി ബോർഡ്. അതായത് ബോർഡ് ഓതറൈസ് ചെയ്ത ഒരു വ്യക്തി ഒരു നോട്ടീസിൽ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബോർഡ് റെസൊല്യൂഷന് മുൻപാകെ മീറ്റിംഗിന്റെ നോട്ടീസ് എന്ത് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ആ മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അതെവിടെ വെച്ചിട്ടാണ്, എപ്പോഴാണ്, എന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു നോട്ടീസ്. ദ നോട്ടീസ് ഓഫ് മീറ്റിംഗ് മസ്റ്റ് ബി സെൻഡ് ടു എവറി മെമ്പർ. എല്ലാ മെമ്പേഴ്സിലേക്കും നോട്ടീസ് സെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ അയാൾ ഇൻസോൾവെന്റ് ആവുകയോ ചെയ്ത് അയാൾക്ക് പകരമായിട്ട് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് നോട്ടീസ് എത്തിയിരിക്കണം. അസൈൻ യുവർ ഇൻസോൾവെന്റ് മെമ്പർ. ഇൻസോൾവെന്റ് മെമ്പറിന്റെ അസൈനിലേക്ക് എത്തിക്കണം. കമ്പനിയുടെ ഓഡിറ്റേഴ്സിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സിലേക്കും എന്തെത്തിക്കണം, നോട്ടീസ് എത്തിക്കണം. ഇനി ക്വാറം ഫോർ മീറ്റിംഗ്. മീറ്റിംഗിന്റെ ക്വാറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ പ്രസന്റഡ് ഇൻ ദി മീറ്റിംഗ്. മീറ്റിംഗിൽ എത്രത്തോളം ആളുകളാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ആ ഒരു നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാറം എന്ന് പറയുന്നത് കേട്ടോ. പബ്ലിക് കമ്പനി ആണെങ്കിൽ 5, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓൺ ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഈസ് നോട്ട് മോർ ദാൻ 1000. 1000 പേരിൽ കുറയാതെ, 1000 പേരിൽ കൂടാത്ത മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം, പബ്ലിക് കമ്പനിയുടെ കേസിൽ ഉണ്ടായിരിക്കണം. 15, if the number of members the date of meeting more than 1000 up to 5000. അതായത് 1000 കൂടുതലും അതുപോലെ 5000 വരെ എത്തുന്ന രീതിയിലുള്ള മെമ്പേഴ്സും മീറ്റിംഗിൽ ഉണ്ടായിരിക്കും. 13ന്റെ കേസിലാണെങ്കിൽ ഒരിക്കലും 5000 മേലേക്ക് മെമ്പേഴ്സ് മാറാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് അല്ല. ക്വാറം നിങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ പ്രോക്സി എന്താണെന്നുള്ളത്, പ്രോക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരക്കാരൻ എന്നാണ് കേട്ടോ മീൻ ചെയ്തത്. മലയാളത്തിൽ പകരക്കാരൻ എന്നാണ് പറയുന്നത്. A member of a company is entitled to attend and voting meeting of a company. He is entitled to appoint another person. He is a proxy to attend the voting and instead of himself. അതായത് ഒരു മെമ്പർക്ക് പകരമായിട്ട് ആ മെമ്പർ ചെയ്യേണ്ടതായിട്ടുള്ള പെർഫോമൻസ് എല്ലാം തന്നെ ഒരു മീറ്റിംഗിൽ പെർഫോം ചെയ്യാനായിട്ടാണെങ്കിലും വോട്ടിംഗ് റൈറ്റ്സും എക്സ്റ്റെൻഡ്ലി ഒരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഒരാൾക്ക് പകരമായിട്ട് ഒരു വ്യക്തി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് മിനിറ്റ്സ്. എന്താണ് മിനിറ്റ്സ് എന്നുള്ളത് നോക്കാം. Every company is required by the act to keep minutes of the meeting containing fair and correct summary of its proceedings. മീറ്റിംഗിൽ എന്താണ് നടക്കുന്നതെന്നുള്ളതിന്റെ വളരെ കറക്റ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സമ്മറി ആണ് എന്തെന്ന് പറയുന്നത് മിനിറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ മിനിറ്റ്സും എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്സ് ബുക്ക്, കമ്പനിയുടെ ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരിക്കും. കമ്പനി വിത്തിൻ 13 days ഓഫ് മീറ്റിംഗിന് 30 ദിവസം മുൻപെങ്കിലും മിനിറ്റ്സ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. It is required that chairman of the meeting should initially every page of minutes book and should sign and date of its last page. ആ മിനിറ്റ്സ് ബുക്ക് ആരെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ചെയർമാന് മുമ്പിൽ കൊടുക്കണം. ചെയർമാൻ അത് നോക്കിയിട്ടാണ് മീറ്റിംഗിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതിനുശേഷം ഓരോ പേജും എന്ത് ചെയ്ത് പോകണം? സൈൻ ചെയ്ത് പോകണം. മിനിറ്റ്സ് ബുക്ക് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സേഫ് കസ്റ്റഡി. വളരെ സുരക്ഷിതത്വത്തോടു കൂടി ആയിരിക്കണം എന്ത് യൂസ് ചെയ്യേണ്ടത്? മിനിറ്റ്സ് ബുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. The act allows keeping minutes in electronic form in a prescribed manner. ഒരു ഇലക്ട്രോണിക് ഫോമിൽ വളരെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മാനറിലും നമുക്ക് എന്ത് കീപ്പ് ചെയ്യാവുന്നതാണ്? മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്യാവുന്നതാണെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എ മെമ്പർ ഓഫ് എ കമ്പനിയുടെ മെമ്പർക്ക് മുൻപാകെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മിനിറ്റ്സ് ബുക്കിന്റെ ഒരു കോപ്പി അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് കൂടി ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചത്? ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ് കേട്ടോ. ബ്ലോക്ക് 5 ഡിവിഡൻഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആൻഡ് വൈൻഡ് അപ്പ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ലഭിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. Does not specifically define the term dividend and merely says that dividend including any interim dividend. The part of company's profit distributed among the shareholders. കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആസ് പെർ ലോ അനുസരിച്ച് കമ്പനി മേ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഹാവിംഗ് ഡിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻഡ് ആൻഡ് വോട്ടിംഗ്. കമ്പനിയുടെ നിയമം അനുസരിച്ച് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ആണ് ഉള്ളത്. എന്തിനെ സംബന്ധിച്ച്? ഡിവിഡൻഡ് ലഭിക്കാനായിട്ടാണെങ്കിലും വോട്ടിങ്ങിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും. ഏറ്റവും ആദ്യം കമ്പനിയിൽ ഡിവിഡൻഡ് ലഭിക്കാനായിട്ട് അർഹതയുള്ളവരാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവര് ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രിഫറൻഷ്യൽ ഷെയർസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? പ്രിഫറൻഷ്യൽ ഷെയർസിന് ഒരു പ്രിഫറൻഷ്യൽ പെർസെന്റേജിലാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ആർക്ക് കിട്ടുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. ഇങ്ങനെ സോഴ്സ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന്റെ സോഴ്സസ് എവിടെ നിന്നാണ് നോക്കിക്കേ. Dividend is paid out of profit of the current financial year after deducting depreciation as required. Okay, dividend pay off ചെയ്യുന്നത് ഒരു കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയറിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോൾ മാത്രമാണ്? ഡിപ്രീസിയേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ഡിവൈഡ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. Or out of profit for the previous financial year after providing depreciation and remaining undistributed, or out of reserves, or out of both above the out of money provided by the company central government paid. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ സെന്റൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ. ഇനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എങ്ങനെയൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം? നോ കമ്പനി ക്യാൻ പേ ഓർ ഡിക്ലെയർ ഡിവിഡൻഡ് ഫ്രം റിസർവ്സ് അതർ ദാൻ ഫ്രീ റിസർവ്സ്. ഒരു കമ്പനി പോലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. എന്തിൽ നിന്ന്? റിസർവുകളിൽ നിന്നോ അതർ ദാൻ ഫ്രീ റിസർവുകളിൽ നിന്ന്. ഫ്രീ റിസർവുകൾ ഒഴികെ മറ്റു റിസർവുകളിൽ നിന്ന് ഒരിക്കലും കമ്പനി എന്ത് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഡിവിഡൻഡ് cannot declare unless past loss or depreciation are set off. അതായത് പാസ്റ്റ് ലോസോ ഡിപ്രീസിയേഷനോ സെറ്റ് ഓഫ് ചെയ്യാതെ ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പബ്ലിക് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട അക്സെപ്റ്റൻസ് ഒന്നും കൂടാതെ കമ്പനിക്ക് എന്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഡിവിഡൻഡ് ആദ്യം കൊടുക്കേണ്ടത് ഒരു ഫിക്സഡ് റേറ്റിൽ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപായിട്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കണം? AGM-ൽ വെച്ചിട്ട് ആയിരിക്കണം. ബോർഡിന്റെ റെക്കമെൻഡേഷൻ കൂടാതെ ഒരിക്കലും എന്ത് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കിക്കേ. The profit distributed by a company before passing its final accounts is called. ഫൈനൽ അക്കൗണ്ടുകൾ പാസ് ചെയ്യുന്നതിന് മുൻപ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട് പാസ് ചെയ്യുന്നതിന് മുൻപ്
ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. The board may be declare interim dividend during financial year at any time from the closure of financial year till holding AGM. AGM നടത്തിയതിനു ശേഷം ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിനു ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ബോർഡിന് ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അത്തരം ഡിവിഡൻഡുകൾ മുമ്പേ ഡിക്ലെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് പാസ് ചെയ്യുന്നതിന് മുൻപായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്ററിം ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ നോക്കിക്കേ, ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്? കമ്പനി cannot pay dividend except to its registered shareholder. ഒരു രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ കൂടാതെ നമുക്ക് ഒരിക്കലും ഡിവിഡൻഡ് പേ ചെയ്യാൻ പാടില്ല. When a transfer of shares is not registered, the company has to transfer dividend or unpaid dividend account. അപ്പൊ നോക്കിക്കേ, ഒരു കമ്പനി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തത് ഒരിക്കലും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ കമ്പനി ഡിവിഡൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലേക്കായിരിക്കും? ഒരു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ് ഓർ ചെക്ക് ബൈ ഇലക്ട്രോണിക് മോഡ് ഓർ വാറന്റ് ഓൺലി. ഡിവിഡൻഡ് പേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ കാഷ് ആയിട്ടോ ചെക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലൂടെയോ വാറന്റി കൊടുത്തുകൊണ്ടോ ആയിരിക്കണം. Dividend is paid to first named joint shareholder in the register of members. മെമ്പേഴ്സിന്റെ രജിസ്റ്റർ പരിശോധിച്ചതിന് ശേഷം ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സിൽ ഫസ്റ്റ് നെയിം ചെയ്തിരിക്കുന്നത് ആരാണോ ആ വ്യക്തിക്കായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഡിവിഡൻഡ് ഡിക്ലെയർ ഇൻക്ലൂഡിംഗ് ഇന്ററിം ഈസ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് വിത്തിൻ 5 days. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അതിൽ ഇന്ററിം ഡിവിഡൻഡ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഡിവിഡൻഡ് വാറന്റ് ഓർ ചെക്ക് ഷുഡ് ബി പോസ്റ്റഡ് വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിലായിരിക്കണം ചെക്കും ഡിവിഡൻഡ് വാറന്റും എല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടത്? പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി പെനാൽറ്റി എപ്പോഴാണ് ഇമ്പോസ് ചെയ്യണേന്ന് നോക്കിക്കേ. ഫോർ ദി ഫെയിലിയർ ഓഫ് ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എവറി ഡയറക്ടർ ഇഫ് നോയിങ്ലി എ പാർട്ടി ഈസ് ഡിഫോൾട്ട് ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രസൺമെന്റ് ഓഫ് 2 years within the 5 of minimum 1000 of every days of default. അതായത് എന്തെങ്കിലും തരത്തിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഫെയിലിയർ സംഭവിച്ച വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ഡയറക്ടേഴ്സും പേഴ്സണലി എന്താന്നുള്ളതാണ് പണിഷബിൾ ആയിരിക്കും. ഇംപ്രസൺമെന്റ് ലഭിക്കുന്നത്, തടവ് ലഭിക്കുന്നത് 2 വർഷത്തേക്കും, അതുപോലെ തന്നെ ഫൈൻ ലഭിക്കുന്നത് എത്ര ദിവസമാണോ ഡിഫോൾട്ട് വരുന്നത് ആ ഓരോ ദിവസവും 1000 രൂപ വെച്ചിട്ടായിരിക്കും എന്ത് വരുന്നത്? 1000 രൂപ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടത്. The company has to pay simple interest at 18% per annum for the default period. ഡിഫോൾട്ട് ചെയ്ത പീരീഡിലേക്ക് 18% ഇൻട്രസ്റ്റ് കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത്. ഓക്കെ, ഇനി അൺപ്ലെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Where a dividend is declared but not been paid or claimed within 13 days of the company shall within the 17 days from the date of expiry. അപ്പൊ നോക്കിക്കേ, ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? ബട്ട് നോട്ട് ബീൻ ടു ബി പെയ്ഡ്. ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് കൊടുത്തിട്ടുമില്ല, അത് ക്ലെയിം ചെയ്തിട്ടില്ല, 30 ദിവസത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം ഡിവിഡൻഡിനെയാണ് നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നതെന്നുള്ളതാണ് കേട്ടോ. ഇത്തരം അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡിനെ നമ്മൾ എവിടെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? അക്കൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇത്തരം അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡിന്റെ മേലെ 12% വർഷം തോറും എന്തെടുക്കുന്നത്? ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സെൻട്രൽ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത ഒരു ഫണ്ടാണ് ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് അത് എന്ത് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ബൈ ദി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ഹാവിംഗ് എ ചെയർപേഴ്സൺ, മാക്സിമം 7 members ആൻഡ് സിഇഒ. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനും മാക്സിമം കമ്പനിയുടെ 7 മെമ്പേഴ്സും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ടിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ആരെന്ന് പറയുന്നത്? IEPF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് 17th ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇനി അക്കൗണ്ട്സ് എന്ന് പറയുന്ന 18th ചാപ്റ്ററിലേക്ക് പോകാം. 18th ചാപ്റ്ററിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ്. Books of accounts including a record of money received and spent by the company to related matters, sale and purchase of goods
assets and liabilities, prescribed item of cost, etc. മക്കളെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ ഇന്നെടുത്ത പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മളുടെ ഈ പോർഷൻ ഫൈനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.